ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരള കോൺഗ്രസുമായുള്ള കോൺഗ്രസിന്റെ സീറ്റ് വിഭജന ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. ചർച്ചയിൽ തൃപ്തിയെന്ന് മുഖ്യമന്ത്രി, തൃപ്തിയോ അതൃപ്തിയോ ഇല്ലെന്ന് മാണി. കേരള കോൺഗ്രസിൽ കൂട്ടരാജി. വക്കച്ചൻ മറ്റത്തിലും PC ജോസഫും അടക്കമുള്ളവർ പുതിയ പാർട്ടിയിലേക്ക്. യൂത്ത് ഫ്രണ്ടിലും പൊട്ടിത്തെറി. സ്ഥാനാർത്ഥി നിർണയം തിരക്കിട്ട് വേണ്ടെന്ന് കോൺഗ്രസിൽ ധാരണ. ഭരണം തീരും മുൻപ് വൻകിടക്കാർക്ക് നെൽവയൽ നികത്തി നൽകാൻ സർക്കാരിന്റെ അനുമതി. കുമരകത്ത് റിസോർട്ടിന് വേണ്ടി 378 ഏക്കറും കടമക്കുടിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് വേണ്ടി 47 ഏക്കറും നെൽവയൽ നികത്തും. കടുത്ത അതൃപ്തിയുമായി VM സുധീരനും VD സതീശനും. പരിശോധിക്കുമെന്ന് അടൂർ പ്രകാശ്. LDFിനോട് 4 സീറ്റ് ചോദിച്ച് KR ഗൗരിയമ്മ. ആലോചിച്ച് മറുപടി പറയാമെന്ന് CPIM നേതൃത്വം. 22 വർഷത്തിന് ശേഷം ഗൗരിയമ്മ AKG സെന്ററിലെത്തി. ചെങ്ങന്നൂരിൽ വിമതയായി മത്സരിക്കാൻ ശോഭന ജോർജ്. കോൺഗ്രസ് വനിതകളെ അവഗണിക്കുന്നുവെന്ന് പരാതി. കന്നയ്യകുമാറിനെ വധിക്കാൻ ആഹ്വാനം ചെയ്ത് തീവ്ര ഹിന്ദു സംഘടനകൾ. കൊല്ലുന്നവർക്ക് പാരിതോഷികം വാഗ്ദാനം ചെയ്ത് ദില്ലിയിൽ പോസ്റ്ററുകൾ. നാവറുക്കണമെന്ന യുവമോർച്ച നേതാവ്. അക്രമത്തിന് ആഹ്വാനം ചെയ്ത ഭാരവാഹിയെ പുറത്താക്കിയെന്ന് യുവമോർച്ച. പ്രായപൂർത്തിയാകാത്ത മകനെ വാഹനമോടിക്കാൻ അനുവദിച്ച തൃശൂർ റേഞ്ച് IGക്കെതിരെ കേസ്. സുരേഷ് രാജ് പുരോഹിതിനെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടത് തൃശൂർ വിജിലൻസ് കോടതി. BUR SIയും പ്രതിയാകും. കേരള കോൺഗ്രസ് സീറ്റ് ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. പൂഞ്ഞാറടക്കം മത്സരിച്ച സീറ്റുകൾ വിട്ടു നൽകില്ലെന്ന് കേരള കോൺഗ്രസ് നിലപാടെടുത്തു. ചർച്ചയിൽ തൃപ്തനാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ തൃപ്തിയോ അതൃപ്തിയോ ഇല്ലെന്നായിരുന്നു KM മാണിയുടെ പ്രതികരണം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, KPC പ്രസിഡന്റ് VM സുധീരൻ, KM മാണി, PJ ജോസഫ് തുടങ്ങിയവർ നേതൃത്വത്തിലായിരുന്നു ചർച്ച. കോട്ടയം ജില്ലയിലെ ഒരു സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകണമെന്ന് നേതാക്കൾ കേരള കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ സീറ്റ് വിട്ടു നൽകാനാവില്ലെന്ന നിലപാടാണ് കേരള കോൺഗ്രസ് സ്വീകരിച്ചത്. ചർച്ചയിൽ പൂർണ്ണ തൃപ്തനാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. വളരെ തൃപ്തികരമാണ്. ഞങ്ങൾ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. എന്നാൽ KM മാണിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. എനിക്ക് അതൃപ്തിയില്ല. തൃപ്തനാണെന്ന് പറഞ്ഞാൽ തൃപ്തനാണോ എന്ന് ചോദിച്ചാൽ അതൃപ്തിയില്ല, തൃപ്തനല്ല താനും. കഴിഞ്ഞ തവണ മത്സരിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ വേണമെന്ന് KM മാണി പറഞ്ഞു. പൂഞ്ഞാർ, ഏറ്റുമാനൂർ, കുട്ടനാട് സീറ്റുകൾ വിട്ടുകൊടുക്കാനാവില്ലെന്നും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ KM മാണി വ്യക്തമാക്കി. പൂഞ്ഞാർ സീറ്റും ഏറ്റുമാനൂർ സീറ്റും കേരള കോൺഗ്രസിൻ്റെതാണ്. അതിന് വേറെ ചർച്ചയുടെ ആവശ്യമുണ്ടോ? ഈ മാസം 10 തിരുവനന്തപുരത്ത് വെച്ച് കേരള കോൺഗ്രസ് ചർച്ച വീണ്ടും നടക്കും. റിപ്പോർട്ടർ, കോട്ടയം. കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് കൂട്ടരാജി. പാർട്ടി ഉന്നതാധികാര സമിതി അംഗവും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ PC ജോസഫ്, വക്കച്ചൻ മറ്റത്തിൽ എന്നിവർ രാജിവെച്ചു. ഫ്രാൻസിസ് ജോർജ് നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. PJ ജോസഫ് തങ്ങൾക്കൊപ്പം വരുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതായി ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. ജോസഫ് വിഭാഗം മാണി ഗ്രൂപ്പിൽ ലയിച്ചതുകൊണ്ട് നഷ്ടം ജോസഫ് വിഭാഗത്തിനായിരുന്നുവെന്ന് വക്കച്ചൻ മറ്റത്തിൽ പറഞ്ഞു. ജോസഫിനൊപ്പം ഉണ്ടായിരുന്ന നേതാക്കളെ മാണി വിഭാഗം അവഗണിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്നതെന്നും വക്കച്ചൻ മറ്റത്തിൽ റിപ്പോർട്ടറോട് പറഞ്ഞു. കേരള കോൺഗ്രസ് പാർട്ടിയിൽ ഒരൈക്യം അന്നുമില്ല, ഇന്നുമില്ല. ഞങ്ങളൊക്കെ രണ്ടാം കുടിയിലെ ആൾക്കാരെ പോലെയാണ്. മാനസിക പെരുമാറി ഞാൻ പറയുന്നില്ല, മൊത്തത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയിലുണ്ടായിരുന്നു. പാർട്ടിയുടെ കർഷക ജനദ്രോഹ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് രാജിവെക്കുന്നതെന്ന് PC ജോസഫ് പറഞ്ഞു. ഫ്രാൻസിസ് ജോർജ് നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കും. കേരള കോൺഗ്രസ് പാർട്ടിയിൽ പുതിയതായി ജനിക്കപ്പെടുന്ന പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത് ശ്രീ ഫ്രാൻസിസ് ജോർജാണ്. ഞാനും അദ്ദേഹത്തോടൊപ്പം ഈ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കും. KM മാണി പാർട്ടിയെ വാണിജ്യവൽക്കരിക്കുകയും കോർപ്പറേറ്റ് വൽക്കരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പാർട്ടിയിൽ നിന്നും രാജിവെച്ചതെന്ന് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. PJ ജോസഫും തങ്ങൾക്കൊപ്പം വരുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അദ്ദേഹം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു തീരുമാനമെടുക്കും. ഞങ്ങളുടെ ഈ നിലപാടുമായി അദ്ദേഹം യോജിക്കും. അദ്ദേഹം ഞങ്ങളോടൊപ്പം വരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇതിനിടെ യൂത്ത് ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി മൈക്കിൾ ജെയിംസിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം യൂത്ത് ഫ്രണ്ട് പ്രവർത്തകർ യോഗം ചേർന്ന് ഫ്രാൻസിസ് ജോർജിന് പിന്തുണ പ്രഖ്യാപിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കളും പ്രവർത്തകരും തങ്ങൾക്കൊപ്പം വരുമെന്നും നേതാക്കൾ അവകാശപ്പെടുന്നു. സനിൽ ഫിലിപ്പ്, റിപ്പോർട്ടർ, കോട്ടയം. തെരഞ്ഞെടുപ്പ് വൈകുന്നതിനാൽ തിരക്കിട്ട് സ്ഥാനാർത്ഥി നിർണയം വേണ്ടെന്ന് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിൽ ധാരണ. അതേസമയം മറ്റു പാർട്ടികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ കോൺഗ്രസും പ്രഖ്യാപിക്കുമെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ പറഞ്ഞു. AK ആന്റണിയെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കാനും നേതൃത്വം തീരുമാനിച്ചു. കരട് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ന് രാവിലെ യോഗം ചേരാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ തിരക്കിട്ട് പട്ടിക തയ്യാറാക്കേണ്ട സാഹചര്യമില്ലെന്ന് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും KPCC പ്രസിഡന്റും നടത്തിയ കൂടിക്കാഴ്ചയിൽ വിലയിരുത്തി. അല്ല, സ്ലോ ഡൗൺ അല്ല, അത്ര ഒരു അർജൻറ്റ് സിറ്റുവേഷൻ നേരത്തെ പോലെ ഉള്ള സിറ്റുവേഷൻ ഇല്ല. അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കേണ്ട ഞങ്ങളുടെ നേരത്തെയുള്ള ധാരണ ഇന്ന് തന്നെ അന്തിമ തീരുമാനം ഈ കാര്യത്തിൽ പ്രാഥമിക ലിസ്റ്റ് സംബന്ധിച്ച് ഏതായാലും അധികം നീണ്ടുപോകില്ല. അതേസമയം മറ്റു പാർട്ടികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ കോൺഗ്രസും പ്രഖ്യാപിക്കും. അതിനാൽ വേഗത്തിൽ ചർച്ചകൾ പൂർത്തിയാക്കും. AK ആന്റണിയെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഹൈക്കമാൻഡിനോട് ശുപാർശ ചെയ്യാനും KPCC തീരുമാനിച്ചു. AK ആന്റണി ആയിരിക്കും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ളത്. അതാണ് കേരളത്തിലെ കോൺഗ്രസ്
ഘടകം ആഗ്രഹിക്കുന്നത് എന്ന് ഹൈക്കമാൻഡിനെ അറിയിക്കാൻ തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് വൈകിയെത്തുന്നത് UDF-നാകും കൂടുതൽ ഗുണം ചെയ്യുകയെന്നും നേതാക്കൾ വിലയിരുത്തി. ഈ അവസരം മുതലെടുക്കാനുള്ള പ്രചരണക്രമങ്ങൾ കോൺഗ്രസ് ആവിഷ്കരിക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം. പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് ഇന്നത്തെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തകളാണ്. സംസ്ഥാനം പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുന്ന സാഹചര്യം വിശകലനം ചെയ്യാൻ ശ്രീ P. രാജീവ് CPIM, ശ്രീ M. T. രമേശ് BJP, ശ്രീ സജി മഞ്ഞക്കടമ്പിൽ കേരള കോൺഗ്രസ് M, ശ്രീ ആന്റണി രാജു പുതുതായി രൂപീകൃതമാകുന്ന കേരള കോൺഗ്രസിന്റെ പ്രതിനിധി എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. മറ്റുള്ളവർ ടെലിഫോൺ ലൈനിൽ പങ്കുചേരുകയും ചെയ്യും. ആദ്യം ശ്രീ ആന്റണി രാജു, മുൻ MP വക്കച്ചൻ മറ്റത്തിൽ, അതുപോലെ തന്നെ കേരള കോൺഗ്രസിന്റെ ഉന്നതാധികാര സമിതി അംഗമായിരുന്ന PC ജോസഫ്, ഈ 2 ആളുകൾ കൂടി നിങ്ങളുടെ പാർട്ടിയിലേക്ക് വരികയാണ് എന്ന് ഇന്ന് പ്രഖ്യാപിച്ചു. പാർട്ടിക്കൊരു സംഘടനാ രൂപം ഉണ്ടായി വരികയാണല്ലോ. വരും ദിവസങ്ങളിൽ അത് പ്രഖ്യാപിക്കപ്പെടും എന്ന് കരുതുന്നു. നിലവിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലുള്ള ചില ആളുകൾ കൂടി വന്നൊരു പുതുതായി കേരള കോൺഗ്രസ് പാർട്ടി എന്നുള്ളതിനപ്പുറത്ത് കൂടുതൽ ആരെയെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? നിലവിലുള്ള കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും നിരവധിയായ ആളുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഞങ്ങളുടെ 16-ാം തീയതി നടക്കുന്ന സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ എത്തിച്ചേരുകയാണ്. അതുപോലെ തന്നെ 9-ാം തീയതി എറണാകുളത്ത് YMCAയിൽ ചേരുന്ന കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ നിലവിലുള്ള പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും പുതുതായി രൂപീകരിക്കുന്ന ഈ പാർട്ടിയിലേക്ക് കടന്നു വരുന്ന സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ യോഗം ചേരുകയാണ്. അതോടുകൂടി തന്നെ ഈ പാർട്ടിക്ക് ഒരു സംഘടനാ രൂപത്തിലേക്ക് കൈവരികയാണ്. ഒരു സംഘടനാ രൂപം കൈവരുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാനത്തിലെ വിവിധ ഭാഗങ്ങൾ, ഇന്നിപ്പോൾ കണ്ണൂർ ജില്ലയിലെ തന്നെ നിലവിലുള്ള 2 സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ, അവിടെയുള്ള 11 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ പരസ്യമായി രാജിവെച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. യൂത്ത് ഫ്രണ്ടിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ സംഘടനാ ചുമതലയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ 18 ഭാരവാഹികൾ ഇന്ന് കോട്ടയത്ത് ചേർന്ന് ഞങ്ങളുടെ സംവിധാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇങ്ങനെ വരും ദിവസങ്ങൾ, നാളെയൊക്കെ കൂടുതൽ കേരള കോൺഗ്രസ് പാർട്ടിയിൽ ദീർഘകാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അറിയപ്പെടുന്ന നേതാക്കന്മാർ ഉൾപ്പെടെ നാളെ മുതൽ ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകി എത്തുകയാണ് ഈ പാർട്ടിയിലേക്ക്. ഞങ്ങൾക്ക് പോലും പ്രതീക്ഷിക്കാൻ കഴിയില്ല ഇത്രയേറെ ഒരു പ്രതികരണം, ഇത്രയേറെ ആവേശം, ഇത്രയേറെ ഒരു പിന്തുണ. എന്തെങ്കിലും പദ്ധതി ഉണ്ടോ? എന്തുകൊണ്ടാണ് കൂടുതൽ ആളുകൾ ഫ്രാൻസിസ് ജോർജിന്റെ പാർട്ടിയിൽ ചേരുന്നത്? ബഹുമാനപ്പെട്ട ആന്റണി രാജു കൂടെ പറഞ്ഞു, വന്ന ആളുകളുടെ പേര് പറഞ്ഞു PC ജോസഫ്. ഞാൻ നേരത്തെ പറഞ്ഞ PC ജോസഫ് 1.5 വർഷം പോയി പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോയാളോ ഒന്ന്. പിന്നെ ബഹുമാനപ്പെട്ട വക്കഞ്ചാണ്ട് ഈ പാർട്ടിയിൽ ഉണ്ടോ എന്ന് വക്കഞ്ചാണ്ട് പോലും അറിയത്തില്ല, ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. പുള്ളി അന്ന് പാർട്ടിയുടെ വർക്കിംഗ് വൈസ് ചെയർമാൻ എന്ന് പറയപ്പെടുന്നു. പാർട്ടിയുടെ ഒരു പരിപാടിക്കോ കമ്മിറ്റികൾക്കോ വരാത്തയാണ് വക്കഞ്ചാണ്ടിന്. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഉണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. അതുപോലെ ഇന്ന് യൂത്ത് ഫണ്ടിന്റെ ഓഫീസ് ചാർജ് ജനറൽ സെക്രട്ടറി പേരിൽ 42 പേരോളം കൂടി എന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് കോട്ടയം DP പോയ ആളാണ്. ഞാൻ കണ്ടൊരു 9 പേര് അവിടെ കണ്ടിരുന്നു. 9 പേര് കണ്ടതിൽ ഒന്ന് മൈക്കിൾ ജെയിംസ്. അദ്ദേഹം കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ നിന്ന് പുറത്തായ ആളാണ്. പുള്ളി പാർട്ടി പരിപാടി നിർത്തിയ ആളാണ്. പിന്നെ നമ്മുടെ നേരത്തെ തന്നെ നമ്മുടെ PC തോമസിനോടൊപ്പം ചേർന്ന ജോസഫ് ഗ്രൂപ്പിന്റെ ഒരു 2 ആളുകളും, അതുപോലെ പാലായിൽ നിന്നും തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി പുറത്താക്കപ്പെട്ട ഒരാളും ഉൾപ്പെടെ പാർട്ടിയിൽ നിന്നും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പുറത്തുപോയ ആളുകളെ വിളിച്ചു ചേർത്ത് വലിയ ഒഴുക്കാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കും വിശ്വസിക്കാനാവില്ല. ഇപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ ഫ്രാൻസിസ് ജോർജ് പറയുന്നത് കേട്ടു, PJ ജോസഫ് സാർ അടുത്ത ദിവസം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഒരു മാണി സാറും കൂടെ ഇതിനകത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചാൽ അത്ഭുതപ്പെടാനേ ഇല്ലെന്ന് മാത്രം എനിക്ക് സൂചിപ്പിക്കുവാനുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെയുള്ള ഒരുപാട് പേര് കേരള കോൺഗ്രസ് നിന്നും രാജിവെച്ച് പോയിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം, ഈ രാജി അല്ലെങ്കിൽ ഇവർ പുറത്തു പോയത് ഇവരെ പാർട്ടി ബോധപൂർവ്വം ഒഴിവാക്കിയതാണെങ്കിൽ പിന്നെ കൊള്ളാം. ഇവർക്ക് സീറ്റ് കൊടുക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ പാർട്ടി ഇന്നാണ് UDF-ഉമായിട്ടുള്ള ചർച്ച പോലും നടന്നത്. അതിനു മുമ്പേ ഞങ്ങൾക്ക് സീറ്റ് തരില്ല എന്ന് KM മാണി പറഞ്ഞു, അല്ലെങ്കിൽ മറ്റാളുകൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ബോധപൂർവ്വം പ്രശ്നം ഉണ്ടാക്കി ഇവർ പുറത്തു പോയാൽ ഇവരുടെ ഉദ്ദേശം ഇവർക്ക് ചെയർമാനും അല്ലെങ്കിൽ പാർട്ടി ചെയർമാനാകണം ഫ്രാൻസിസ് ജോർജിന്, വൈസ് ചെയർമാനാകാൻ ഒരുപക്ഷെ ആന്റണി രാജു ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, നാളെ മന്ത്രിയാവാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഈ മോഹത്തിൽ ബഹുമാനപ്പെട്ട PC ജോസഫ്, ഞാൻ പറഞ്ഞു PC ജോസഫ് 1.5 വർഷം മുമ്പ് പുറത്തുപോയ PC ജോസഫ്, അദ്ദേഹം ഇങ്ങനെ ആളുകളെ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് കൂട്ടിക്കൊണ്ട് പോകുന്ന PC ജോസഫിനെ പോലുള്ള ആളുകളുടെ പുറകെ പോയാൽ PC തോമസ് സ്കറിയ തോമസിന്റെ പുറകെ പോയതുപോലെ ആകുമെന്നതിനെ കുറിച്ച് ദീർഘമായ അവലോകനം അതേക്കുറിച്ച് ശ്രീ P. രാജീവ്. മനോരമയുടെ കാർട്ടൂൺ പോലെ ഇങ്ങനെ പുറത്തു പോകുന്നവരൊക്കെ AKG സെന്ററിന്റെ പുറത്ത് ക്യൂ നിൽക്കുകയാണ്. അതിപ്പോൾ വിവിധ കേരള കോൺഗ്രസുകൾ മാത്രമല്ല, JSS, CMP പോലെയുള്ള കക്ഷികളുണ്ട്, INL ഉണ്ട്, ഫോർവേഡ് ബ്ലോക്ക് ഉണ്ട്. ഇന്ന് JSS 4 സീറ്റ് ചോദിച്ചു, ഫോർവേഡ് ബ്ലോക്ക് 12 സീറ്റാണ് ചോദിച്ചത്. ഇടത് മുന്നണിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ CPIM-നെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തലവേദന ഇവരെയൊക്കെ ഉൾക്കൊള്ളുക എന്നുള്ളതായിരിക്കില്ലേ?
അല്ല, മുന്നണിയെ സംബന്ധിച്ച് അതൊരു പ്രശ്നമാകുമെന്ന് കരുതുന്നില്ല. ഇപ്പോൾ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് ആളുകൾ പുറത്തേക്ക് ചാടുന്നു. അത് ഇപ്പോൾ പാർട്ടികൾക്കകത്ത് ഈ രൂപത്തിൽ പ്രതിഫലിക്കുന്നുവെങ്കിൽ ഇന്നലകളിൽ UDF-നൊപ്പം നിലയുറപ്പിച്ചിരുന്ന നല്ലൊരു വിഭാഗം ജനങ്ങൾ അവരുടേതായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ മുന്നണിയോടുള്ള ബന്ധം വിടർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ നിലപാടിലേക്ക് കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രതിഫലനങ്ങൾ ഈ പാർട്ടികൾക്കകത്തും കാണും. അതിനകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന ആളുകളുണ്ട്. ഇവരൊന്നും ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെ വ്യക്തമാക്കിയിരുന്നല്ലോ. കേരള കോൺഗ്രസിനകത്ത് മാണി ഗ്രൂപ്പിൻ്റെ വക്താക്കൾ തന്നെ പറയുകയുണ്ടായി, ഇവർക്കെല്ലാം സീറ്റ് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. അപ്പോൾ സീറ്റിൻ്റെ അടിസ്ഥാനത്തിലല്ല പുറത്തു വന്നത് എന്ന് മാണി ഗ്രൂപ്പിൻ്റെ വിഭാഗം തന്നെ വ്യക്തമാക്കിയുണ്ടായി. ഗൗരിയമ്മയെ പോലെയുള്ള ആളുകൾ നേരത്തെ തന്നെ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കുറെ കൂടി സ്വീകാര്യമായി എല്ലാ വിഭാഗം ആളുകൾ വരുന്നുണ്ട്. ആ മുന്നണി നല്ല രൂപത്തിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയും. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും മുന്നണിക്ക് കരുത്തു പകരുമെന്നല്ലാതെ മുന്നണി ഒരു തരത്തിൽ ദുർബലമാക്കാനുള്ള ഒരു സാധ്യതയും അതിനകത്തുണ്ടാവില്ല. ശരി, അങ്ങനെയാണ് CPIM പ്രതീക്ഷിക്കുന്നത്. ശ്രീ MT രമേശ്, എങ്ങനെയാണ് നിങ്ങളുടെ കാര്യം? BDJS-ഉമായുള്ള ചർച്ചകൾ ഇതുവരെ ഒരു പൂർണ്ണതയിൽ എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, BJP ഇത്തവണ പ്രധാനമായി മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന, അതായത് ജയസാധ്യതയുണ്ട് എന്ന് നിങ്ങൾ കരുതുന്ന ചില സീറ്റുകൾ ചെങ്ങന്നൂരും കഴക്കൂട്ടവും അടക്കം അവർ ആവശ്യപ്പെടുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. BDJS-ന്റെ ഒപ്പം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനാകുമെന്ന പ്രതീക്ഷ ഇപ്പോൾ BJP-ക്കുണ്ടോ? തീർച്ചയായിട്ടും പുതിയ പാർട്ടി NDA-യുടെ ഭാഗമായി മാറി എന്ന് ഡൽഹിയിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും NDA-ന്റെ ഭാഗമാണ് BDJS എന്ന പാർട്ടി. ഇനി കേരളത്തിൽ മത്സരിക്കുന്ന സീറ്റുകളെ സംബന്ധിച്ച് കേരളത്തിലാണ് ചർച്ച നടക്കേണ്ടത്. ആ ചർച്ചകൾ അനൗപചാരികമായി ചർച്ചകൾ നടക്കുന്നു. ഔപചാരികമായി ചർച്ചകൾ തുടങ്ങാനിരിക്കുന്നേ ഉള്ളൂ. വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും തോന്നുന്നില്ല. കാരണം BDJS ഒരു പുതിയ പാർട്ടിയാണ്. സ്വാഭാവികമായി അവർക്ക് സ്വാധീനമുള്ള കേന്ദ്രങ്ങൾ ഉണ്ടാക്കാം. ആ സ്വാധീനമുള്ള കേന്ദ്രങ്ങൾ അവർ അവകാശവാദം ഉന്നയിക്കുകയൊക്കെ സ്വാഭാവികമാണ്. അത് പക്ഷേ ഒരു പൊതുധാരണയുടെ അടിസ്ഥാനത്തിൽ, ഒരു പൊതു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കതൊക്കെ പരിഹരിക്കാൻ വേണ്ടി സാധിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ BDJS-ഉം BJP-യും അതുപോലെ തന്നെ നേരത്തെ BJP-യോടൊപ്പമുള്ള കേരള കോൺഗ്രസ് PC തോമസ് വിഭാഗം അടക്കമുള്ള പാർട്ടികൾ എല്ലാവരും ഒരുമിച്ച് ദേശീയ ജനാധിപത്യ സഖ്യം എന്നുള്ള നിലക്ക് ഈ ഇരുമുന്നണികൾക്ക് ബദലായിട്ടുള്ള ഒരു രാഷ്ട്രീയ മുന്നണിയായി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി പോവുകയാണ്. അതാണ് അക്കാര്യത്തിലെ BJP-യുടെ ആത്മവിശ്വാസം. ശ്രീ ആന്റണി രാജു, നിങ്ങൾക്ക് മുൻപേ AKG സെന്ററിൻ്റെ മുൻപിലേക്ക് അപേക്ഷയുമായി പോയ ആളുകൾ ഇപ്പോഴും പുറത്തു നിൽക്കുകയാണ്. സ്കറിയ തോമസ് അതെ, R ബാലകൃഷ്ണപിള്ള അതെ, PC ജോർജ് അതെ. ഇവരെ സംബന്ധിച്ചൊന്നും യാതൊരു ഉറപ്പുമില്ല. പൂഞ്ഞാറിൽ PC ജോർജ് മത്സരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രചരണം തുടങ്ങിയിട്ടുണ്ട്. അതേസമയം അവിടെ CPIM-ന്റെ സ്ഥാനാർത്ഥി ആയിരിക്കുമെന്ന് അവിടെയുള്ള CPIM-കാർ പറയുന്നു. ഇങ്ങനെ UDF-ന് പുറത്തുപോയ ആളുകൾക്കൊന്നും ഇതുവരെ ഒരു അക്കോമഡേഷൻ കിട്ടിയിട്ടില്ല എന്നുള്ള വസ്തുത നിങ്ങളുടെ മുൻപിലില്ലേ? അഭിലാഷ്, അതിനുമുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ ഈ കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് രാജിവെച്ച് വരുന്നവരെല്ലാം ഇപ്പോൾ ഇവർ പണ്ടേ പുറത്താക്കിയവരാണെന്നാണ് പറയുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ശ്രീ PC ജോസഫ് പാർട്ടിയുടെ ഉന്നതാധികാര സമിതി അംഗമാണല്ലോ. ശ്രീ സജി, ബഹുമാനപ്പെട്ട സജി പറഞ്ഞു അദ്ദേഹത്തെ 1.5 വർഷം മുമ്പ് പുറത്താക്കിയതാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു ചർച്ചയിൽ വന്നിരുന്ന് ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നത് എന്തിനാണ്? ഈ കഴിഞ്ഞ മാസം 20-ാം തീയതി തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിൽ ചേർന്ന പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ആ പുറത്താക്കപ്പെട്ട ശ്രീ PC ജോസഫ് ആ യോഗത്തിൽ എങ്ങനെ പങ്കെടുത്തു? ഈ 20-ാം തീയതി 2 ആഴ്ച ആയില്ലല്ലോ. അപ്പോൾ 2 ആഴ്ചയ്ക്ക് മുമ്പ് പോലും സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത ശ്രീ PC ജോസഫിനെ പോലും 1.5 വർഷം മുമ്പ് പുറത്താക്കിയെന്ന് പറഞ്ഞാൽ, ഈ നാട്ടുകാരോട് ഇങ്ങനെ പച്ചക്കള്ളം കല്ലുവെച്ച നുണ പറഞ്ഞാൽ നിങ്ങളുടെ പാർട്ടിയുടെ വിശ്വാസ്യത നഷ്ടപ്പെടും. നിങ്ങൾ സത്യസന്ധമായി കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ ഇതാണ് ഈ പാർട്ടി എന്ന് ഞങ്ങൾ ആക്ഷേപിച്ചത് ശരിയാണെന്ന് ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വരും. ഇവിടെ അഭിലാഷ് ചോദിച്ച രാഷ്ട്രീയ കാര്യത്തെക്കുറിച്ച് പറയാം. കേരള കോൺഗ്രസ് പഴയ ജോസഫ് വിഭാഗം എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷിയായിരുന്ന പാർട്ടിയാണ്. ഇടതുപക്ഷ മുന്നണിയുടെ പ്രഖ്യാപിത നയമെന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും വിട്ടുപോയ ജനതാദൾ യു, ജോസഫ്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം, അതുപോലെ തന്നെ RSP എന്നീ പാർട്ടികൾ മടങ്ങി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികളായി മടങ്ങി വരണമെന്നുള്ള പ്രഖ്യാപിത നയമാണ് ഇടതുപക്ഷ മുന്നണിയുടേത്. അതുകൊണ്ട് തന്നെ ആ പ്രഖ്യാപിത നയത്തിൽ വിശ്വാസമുള്ള ഞങ്ങൾക്ക് മറ്റ് അപേക്ഷകരെ പോലെ ക്യൂ നിൽക്കേണ്ടി വരുമെന്നുള്ള ഒരു ഇത് ഞങ്ങൾക്കില്ല. കാരണം അവരിൽ നിന്ന് വ്യത്യസ്തമാണ് ഞങ്ങളുടെ പാർട്ടിയുടെ രൂപീകരണം, അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട്, ഞങ്ങളുടെ പാർട്ടിയോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമീപനം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിശദീകരിക്കേണ്ടതാണ്. ശ്രീ ജോസഫ് വാഴക്കൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ ജോസഫ് വാഴക്കൻ, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുമായുള്ള ആദ്യത്തെ ഉഭയകക്ഷി ചർച്ച വിജയിച്ചില്ല. അതിൽ അസാധാരണത്വമൊന്നുമില്ല. കേരള കോൺഗ്രസിന് കഴിഞ്ഞ തവണ മത്സരിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ കിട്ടാനുള്ള സാഹചര്യം ഇപ്പോഴുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, അത് UDF-ന്റെ നേതൃത്വം ചർച്ച ചെയ്തെടുക്കേണ്ട തീരുമാനമാണ്.
സാധാരണഗതിയിൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച സീറ്റുകൾ തന്നെയായിരിക്കും ഇത്തവണയും പിന്നെ ചർച്ചയുടെ ബേസ്. ആ ഒരു ബേസ് ലൈനിൽ നിന്നാണ് ഡിസ്കഷൻ നടക്കുന്നത്. അപ്പോൾ അതിനപ്പുറത്തേക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ പറയാനാവില്ല. പക്ഷേ അതിനുള്ള സാധ്യതകൾ കുറവായിരിക്കും. കാരണം സാധാരണഗതിയിൽ ഒരു കക്ഷിക്കും, കാരണം കൂടുതൽ കക്ഷികൾ ഇങ്ങോട്ട് വരികയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ RSP ഈ മുന്നണിയിലേക്ക് വന്നു. അപ്പോൾ അവർക്ക് സീറ്റുകൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ അപ്പോൾ JSSന്റെ ചില സീറ്റുകൾ ഒഴിവ് വന്നിട്ടുണ്ട്. അങ്ങനെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഒഴിവ് വന്നിട്ടുള്ളൂ. അപ്പം കേരള കോൺഗ്രസിന്റെ അകത്തുനിന്ന് ഏതാനും ആളുകൾ വിട്ടുപോയതിന്റെ പേരിൽ ആകെ പിന്നെ അങ്ങനെ ഒരു സീറ്റിന്റെ ഒരു കഴിഞ്ഞ തവണ ജയിച്ച ഒരാളും ഒരു MLAയും പോയിട്ടില്ലാത്ത സാഹചര്യത്തിൽ അങ്ങനെ ഒരു സീറ്റിന്റെ ഒഴിവ് അവിടെ വന്നിട്ടുമില്ല. അല്ല, അവർ മത്സരിച്ച സീറ്റുകളുണ്ടല്ലോ. ഇപ്പോൾ തോറ്റ കുട്ടനാടാകട്ടെ, അല്ലെങ്കിൽ PC ജോർജ് പോയ പൂഞ്ഞാറാകട്ടെ, അത്തരത്തിലുള്ള ഏതെങ്കിലും സീറ്റ്, ഏറ്റുമാനൂർ, അത്തരത്തിലുള്ള ഏതെങ്കിലും സീറ്റുകൾ കോൺഗ്രസിന് വേണമെന്നുള്ള ആഗ്രഹമുണ്ടോ? അങ്ങനെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നതായാണ് മനസ്സിലാക്കുന്നത്. അത് പരസ്പരമായി സമ്മതത്തോടെയുള്ള വെച്ചുമാറ്റലാണ് നടക്കുന്നത്. കാരണം ഓരോ പാർട്ടിക്കും അലോട്ട് ചെയ്തിരിക്കുന്ന സീറ്റുകൾ അവർക്ക് തന്നെയാണ്. പക്ഷേ ആ പാർട്ടിയുമായി സംസാരിച്ച് വിജയസാധ്യതയുള്ള കൂടുതൽ നല്ല സ്ഥാനാർത്ഥികളെ വരാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ പല കക്ഷികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉഭയകക്ഷി ചർച്ച പ്രകാരം മാറ്റിയെടുക്കേണ്ടി. അങ്ങനെ പരസ്പര സമ്മതത്തോടെയുള്ള മാറ്റലായിരിക്കും അക്കാര്യത്തിൽ നടക്കുന്നത്. അത് ഏതെങ്കിലും കക്ഷി അതിൻ്റെ അകത്ത് അവരുടെ സീറ്റാണ്, അവർക്ക് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് അവർക്ക് തന്നെ. പക്ഷേ അതില്ല, അവർക്ക് കൂടുതൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി മറ്റൊരു സീറ്റിലാണ്, ഇത് വെച്ചു മാറാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. അതാണ് സാധാരണ ഒരു മുന്നണിയിൽ. തീർച്ചയായും ശ്രീ ജോസഫ് വാഴക്കൻ, ഇന്ന് മുഖ്യമന്ത്രി ഈ ചർച്ചകളിൽ സംതൃപ്തനാണ് എന്ന് പറയുമ്പോൾ മാണി പറയുന്നത് എനിക്ക് തൃപ്തിയില്ല, അതേസമയം ഞാൻ അതൃപ്തനുമല്ല എന്നാണ്. അപ്പം അതിന്റെ അർത്ഥം പിന്നെ അദ്ദേഹത്തിന് മറ്റു വലിയ പരാതികളില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് താങ്കൾ കാണുന്നത്. ശ്രീ സജി, താങ്കൾ ആന്റണി രാജു ഉന്നയിച്ച ആരോപണത്തിന് മറുപടി പറയുന്നതിന് മുൻപ് ഒന്നുകിൽ തൃപ്തി വേണം അല്ലെങ്കിൽ അതൃപ്തി, ഇത് രണ്ടുമല്ലാതെ ഇതിന് രണ്ടും നടുക്ക് നിൽക്കുന്ന ഒരു വികാരമാണ് ഇന്നിപ്പോൾ മാണി പ്രകടിപ്പിക്കുകയുണ്ടായത്. അതിൻ്റെ കാര്യം എന്താണ്? അതിൻ്റെ കാര്യം ബഹുമാനപ്പെട്ട മാണി സാർ തന്നെ പറഞ്ഞല്ലോ. കേരള കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ ചോദിച്ചു, അതിനെ സംബന്ധിച്ച് വ്യക്തമായ മറുപടി കിട്ടാത്തതുകൊണ്ട് തൃപ്തിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ കേരള കോൺഗ്രസിന് കയ്യിലിരിക്കുന്ന സീറ്റുകൾ വേണം എന്ന പിടിവാശി കോൺഗ്രസ് പാർട്ടി, അല്ലെങ്കിൽ വലിയേട്ട മനോഭാവം കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുണ്ടാവില്ലെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ അതൃപ്തി ഇല്ലെന്നുമാണ് പറഞ്ഞത്. ഈ ബാക്കി ഞാൻ പറയാം. ബഹുമാനപ്പെട്ട ആന്റണി രാജു പറഞ്ഞ കാര്യത്തിന് മറുപടി പറയാൻ എനിക്ക് അവസരം തരണം. ആന്റണി രാജു പറഞ്ഞു, ഞാൻ പറഞ്ഞത് എന്താ, PC ജോസഫ് 1.5 വർഷം ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയാളാ. അദ്ദേഹം കേരള ഫീഡ്സിന്റെ ചെയർമാനായിരുന്നു. ആ ചെയർമാൻ സ്ഥാനം ഉപേക്ഷിച്ചു. അദ്ദേഹം പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. ഞാൻ ഈ പാർട്ടി പ്രവർത്തിക്കുന്നില്ല, ഞാൻ കൃഷിക്കാരോടൊപ്പം നിൽക്കാൻ പോകുകയാണെന്ന് പറഞ്ഞ് പോയ PC ജോസഫ് പിന്നെ തിരിച്ചു വന്ന് ആരും കാണാതെ കമ്മിറ്റിക്കകത്ത് കയറിയൊന്നും ആർക്കറിയില്ല. 2, ബഹുമാനപ്പെട്ട ആന്റണി രാജു മറ്റൊരു കാര്യോട് പറഞ്ഞു, പച്ച കള്ളം പറയുന്നത്. ഞാൻ പച്ചക്കള്ളം പറയാറില്ല. ബഹുമാനപ്പെട്ട ആന്റണി രാജുവിനെ ഞാൻ അധിക്ഷേപിക്കാനാകില്ല. അങ്ങയുടെ നിലപാടുകൾ, കഴിഞ്ഞ കാലത്തെ നിലപാടുകൾ കള്ളം പറഞ്ഞതും അല്ലെങ്കിൽ ചെയ്യുന്നതുമൊക്കെ അങ്ങ് തന്നെയാണെന്ന് ഞാൻ സംശയമില്ല. കഴിഞ്ഞ ദിവസം അങ്ങ് പറയുകയുണ്ടായി, മാണി സാറിനെതിരെ ഞാൻ ചാനലിൽ പറഞ്ഞപ്പോൾ മാണി കോഴ വാങ്ങിയിട്ടില്ല എന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോടുള്ള വിശ്വാസത ജനങ്ങൾക്ക് നഷ്ടപ്പെടില്ലേ? ഞാൻ പറഞ്ഞു, 2006 എന്തുകൊണ്ടാണ് ശ്രീ ആന്റണി രാജു കേരള നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവസരം ഒരുക്കി കൊടുക്കാത്തതെന്നൊക്കെ അറിയാം. അദ്ദേഹം കോടതിയിൽ പോലും അദ്ദേഹം കള്ളം പ്രവർത്തിക്കുകയും കാണിക്കുകയും ചെയ്തയാളാ. അതുകൊണ്ട് ഞങ്ങൾ കേരള കോൺഗ്രസ്സുകാരും കള്ളം, അല്ലെ മാണി ഗ്രൂപ്പ് അല്ല കേരള കോൺഗ്രസ്സുകാർ കള്ളം പറയുന്ന ആളുകളാണെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കാൻ ശ്രമിക്കരുത്. ഞാൻ പറഞ്ഞത്, ഇന്ന് ശ്രീ ഫ്രാൻസിസ് ജോർജോടും ശ്രീ ആന്റണി രാജുവിനോടും ഒപ്പം ഇന്ന് കോട്ടയം TBയിൽ കമ്മിറ്റി കൂടിയ ആളിനെ ഞാൻ നേരിട്ട് എൻ്റെ കണ്ണുകൊണ്ട് കണ്ട സത്യമാണ് ഞാൻ പറഞ്ഞത്. അതങ്ങ് വിശ്വസിക്കണം. അതാണ് അതിൻ്റെ ശരിയ്. അല്ലാതെ ചാനൽ ചർച്ചയിൽ നമ്മളൊരു സത്യം പറയുമ്പോൾ അതിനെ പച്ചക്കള്ളമാണെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് ശരിയല്ല. പക്ഷേ താങ്കൾ വളരെ അതിശയോക്തിപരമായാണ് സംസാരിക്കുന്നത്. കാരണം ആരും അറിയാതെ വന്ന് PC ജോസഫ് കമ്മിറ്റിയിൽ കയറി ഇരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ 1 വർഷമായി കേരള കോൺഗ്രസിന്റെ ഇതേ സ്റ്റിയറിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ ഉന്നതാധികാര സമിതി നടക്കുമ്പോൾ അതിൽ വ്യത്യസ്തമായ അഭിപ്രായം പ്രകടിപ്പിക്കാറുള്ള ആളായിരുന്നു ഈ PC ജോസഫ്. ഞങ്ങൾ മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തതാണ്. 1.5 വർഷം മുൻപ് രാജിവെച്ച ആളാണെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് ഈ കമ്മിറ്റികളിൽ വ്യത്യസ്ത അഭിപ്രായം പ്രകടിപ്പിക്കുക? അദ്ദേഹം വെറുതെ വന്ന് കമ്മിറ്റിയിൽ അദ്ദേഹം കൂടുതൽ സമയം വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ ഫേസ്ബുക്കിലൂടെയും ചാനലിലൂടെയും അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. പാർട്ടി കമ്മിറ്റിയിൽ 1 പ്രാവശ്യം കണ്ടപ്പോൾ ചെന്നു, അദ്ദേഹത്തിന് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ താല്പര്യമില്ല ഇത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രാജിവെച്ച് പോയ ആളാണെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഇപ്പൊ ബഹുമാനപ്പെട്ട ആന്റണി രാജു വലിയ ഘോരഘോരം പറഞ്ഞു. ഞാനും ചോദിക്കട്ടെ, കർഷക താല്പര്യമായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ സീറ്റല്ല വിഷയമെങ്കിൽ എന്താണ് വിഷയം എന്ന് പറയട്ടെ. കഴിഞ്ഞ 4.5 വർഷക്കാലം ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഗവൺമെന്റിന്റെ ഭാഗമായിരുന്നു കൊണ്ട് ഇവിടെ നമുക്കറിയാം, സർക്കാർ വാഹനത്തിൽ കറങ്ങി നടന്നയാളാ ബഹുമാനപ്പെട്ട ആന്റണി രാജുവും അതുപോലെ ഇന്ന് രാജിവെച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് ജോർജും. ഇവർക്ക്
ഐക്യജനാധിപത്യമല്ലേ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ശരി, അതാണ് താങ്കളുടെ ആരോപണം. പക്ഷേ ആന്റണി രാജു, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇടതുപക്ഷത്തുണ്ടായിരുന്ന ആളുകളാണ്, ഞങ്ങൾ പിന്നെയും ഇടതുപക്ഷത്ത് ചെല്ലുമ്പോൾ അതേ സ്വീകരണം, പഴയ ആ ബന്ധത്തിന്റെ പേരിലുള്ള സ്വീകരണം കിട്ടണമെന്ന് പറയുമ്പോൾ ഈ ഭരണത്തിന്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ചിരുന്ന ആളുകളാണ് നിങ്ങൾ. ട്രാവൻകൂർ സിമന്റ്സിന്റെയും കേരള ഫീഡ്സിന്റെയും അധ്യക്ഷ പദവി അലങ്കരിച്ചിരുന്ന ഈ ഭരണത്തിന്റെ എല്ലാ സുഖശീതള ഛായയും അനുഭവിച്ച ശേഷം തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപിക്കുന്നതിന് തലേന്ന് മാത്രം മറുപക്ഷത്തേക്ക് പോകുന്ന ആളുകളാണ് നിങ്ങൾ. കെ എം മാണിയെ സംബന്ധിച്ചും പാർട്ടിയെ സംബന്ധിച്ചും ഉണ്ടായിരുന്ന എല്ലാ ആരോപണങ്ങളെയും അതിശക്തമായി പ്രതിരോധിച്ച് നിന്നിരുന്ന ആളുകളാണ് നിങ്ങൾ. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ തലേന്ന് ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കി ഇടതുപക്ഷത്തേക്ക് ചെന്നാൽ പണ്ടുള്ള സ്നേഹം അവർ കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് എന്തർത്ഥത്തിലാണ്? അഭിലാഷ്, ഞാനിവിടെ ഒരു വിഴുപ്പലക്കലിന് ഞാൻ മുതിരുന്നില്ല. കാരണം ഞാൻ വിഴുപ്പലക്കാൻ തുടങ്ങിയാൽ പിന്നെ സരിതയുടെ ഡയറി മുതലുള്ള കഥ ഞാൻ പറയേണ്ടി വരും. അത്തരം കാര്യങ്ങളൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, ഒരുപാട് പറയേണ്ടി വരും. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. കാരണം അത് പിന്നെ എൻ്റെ ഒരു സംസ്കാരത്തിന് ചേർന്നതും അല്ലാണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ ഞങ്ങൾ പോകാനിടയായ സാഹചര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി, വളരെ സ്പഷ്ടമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട്, മാധ്യമങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ നിലപാടെടുത്ത് പുറത്തുപോയത്. അത് ഞാൻ എന്തുകൊണ്ടാണെന്നെല്ലാം വളരെ വിശദീകരിച്ച് കഴിഞ്ഞ കാര്യമാണ്. പിന്നെ ശ്രീ കെ എം മാണി എന്തുകൊണ്ട് സംരക്ഷിച്ചു എന്നുള്ളതാണ്. അന്ന് സംരക്ഷിക്കാൻ ഞാനേ ഉണ്ടായുള്ളൂ, ഈ സജീവൊന്നും കണ്ടില്ലല്ലോ. എന്തുകൊണ്ട് സംരക്ഷിച്ചു? ഒരു കേരള കോൺഗ്രസ് പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക്, ഈ കേരള കോൺഗ്രസ് പാർട്ടിയുടെ അംഗം എന്നുള്ള നിലയ്ക്ക് ഞാൻ ഉൾപ്പെടുന്ന പാർട്ടിയുടെ ചെയർമാനെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ, ഈ പാർട്ടിയെ കടന്നാക്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ബാധ്യത, ഉത്തരവാദിത്വം ചെയ്തയാളാണ് ഞാൻ. സജിയെപ്പോലുള്ള ആളിലൊക്കെ അന്ന് വീട്ടിൽ ഒളിച്ചിരുന്നു. ഞങ്ങളൊക്കെ അന്ന് പ്രതികരിക്കാനുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ പ്രതികരിച്ചത് കൊണ്ടാണ് 1.5 വർഷക്കാലത്തോളം ആ മന്ത്രി കസേരയിൽ തുടരാൻ കഴിഞ്ഞത്. ഇല്ലെങ്കിൽ 1.5 വർഷം മുമ്പ് ശ്രീ കെ എം മാണി വീട്ടിലിരിക്കുമായിരുന്നു. ഞാനതൊന്നും പറയുന്നില്ല, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കൂടുതൽ. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിരുന്നു, നിഷേധിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ ഐക്യജനാധിപത്യത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോഴും കേരള കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങൾ നിരവധിയാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ, മക്കൾ രാഷ്ട്രീയത്തിലേക്ക്, കുടുംബവാഴ്ചയിലേക്ക്, BJPയുമായി സന്ധി ചെയ്യാൻ ഞങ്ങളുടെ പാർട്ടി നേതാവായ ശ്രീ കെ എം മാണി ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമിച്ചത് കഴിഞ്ഞ മാസമാണ്. അമിത്ഷായുമായി ചർച്ച നടത്തുമെന്ന് പറഞ്ഞത് കഴിഞ്ഞ മാസമാണ്. അതുപോലെ തന്നെ പല BJPയുടെ പ്രസ്താവനകൾ വരുമ്പോൾ മൃദു സമീപനം സ്വീകരിച്ചത് കഴിഞ്ഞ മാസമാണ്. അതുപോലെ നിരവധിയായ ഉദാഹരണങ്ങൾ. അതുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം അനിവാര്യമായി എന്ന് താങ്കൾ വിശദീകരിക്കും. അപ്പോഴും ശ്രീ പി രാജീവ്, ഇടതുപക്ഷത്തിനുള്ള പ്രതിസന്ധി. ഒരു നിമിഷം ശ്രീ ആന്റണി രാജു, ബാർക്കോഴ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായും ഇടതുപക്ഷം ഉന്നയിക്കുന്ന ഒരു വിഷയമായിരിക്കുമല്ലോ. ഇതേ ബാർക്കോഴ വിഷയത്തിൽ കെ എം മാണിക്ക് വേണ്ടി ഇത്ര നാൾ ഏറ്റവും വീറോടുകൂടി വാദിച്ച ആളാണ് ശ്രീ ആന്റണി രാജു. ആ ആന്റണി രാജുവിന് വേണ്ടിയാണ് ഇനി നിങ്ങൾ നിൽക്കേണ്ടത്. ഇതുപോലെയാണ് ഓരോ ആളുകളുടെ കാര്യവും. ആർ ബാലകൃഷ്ണപിള്ള ആയിരുന്നു ആദ്യത്തെ ഒരു വർഷം നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റ്. PC ജോർജ് പങ്കെടുക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കുക പോലുമില്ലായിരുന്നു ഇടതുപക്ഷത്തെ MLA-മാരും നേതാക്കളും. ആ നിലയിൽ നിന്ന് ഇവരൊക്കെ ഇപ്പോൾ നിങ്ങളുടെ ഭാഗമാകുമ്പോൾ വലിയ തോതിൽ ജനങ്ങൾക്ക് അതൊരു ഇരട്ടത്താപ്പാണെന്ന് തോന്നും. അല്ല, അങ്ങനെ ഒരു ധാരണ പൊതുസമൂഹത്തിനുണ്ടാകുമെന്ന് കരുതുന്നില്ല. ഒന്ന്, ഇപ്പോൾ ആന്റണി രാജു നേരത്തെ വ്യക്തമാക്കിയതുപോലെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ വക്താവ് എന്ന നിലയിൽ കുറേ കാര്യങ്ങൾ ശ്രീ കെ എം മാണിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അതായിരിക്കും കെ എം മാണിയുടെ പാർട്ടിയുടെ നേതാവ് ആന്റണി രാജു കള്ളം പറഞ്ഞ ആളാണ് എന്ന് പറയാൻ ഇടയാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ അത്തരം പല കാര്യങ്ങളും ഇനി തുറന്നു പറയാൻ അവർ നിർബന്ധിതമാകും. ഇപ്പോൾ ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ അഴിമതിക്കെതിരായ പൊതുവികാരം വളരെ ശക്തമാണ്. അതിൽ പ്രധാനം ബാർക്കോഴയുണ്ട്, സോളാർ കോഴയുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള ഈ നെൽവയൽ നികത്തൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിലെല്ലാം അത് പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ളത്. ഇവർ ഇപ്പോൾ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് പുറത്തു വരുന്നു. ഒരു ഭാഗം അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, നേരത്തെ ഇടതുമുന്നണിയുടെ ഭാഗത്തുണ്ടായിരുന്നവരാണ്, എന്നാൽ അവർ UDFിലേക്ക് പോയി. ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ മുന്നണി ആകെ കൂട്ടായി ചർച്ച ചെയ്തുകൊണ്ട് എന്ത് സമീപനം സ്വീകരിക്കണം എന്നൊരു നിലപാട് സ്വീകരിക്കും. അപ്പോൾ അഴിമതിക്കെതിരെ നിലപാട് സ്വീകരിച്ച ഒരു രാഷ്ട്രീയ സംവിധാനമാണ് ഇടതുമുന്നണി. ആ മുന്നണിക്കകത്ത് വരുന്ന ആളുകൾ ഈ രൂപത്തിലേക്ക് വരുമ്പോൾ ഇവരൊന്നും വ്യക്തിപരമായിട്ട് അതിൻ്റെ ഭാഗഭാക്കുകളായ ആളുകളാണെന്നല്ല വന്നിട്ടുള്ളത്. അവരൊരു പാർട്ടിയുടെ ഭാഗമായി അത്തരം കാര്യങ്ങളിൽ അവരുടെ നേതൃത്വത്തെ സംരക്ഷിക്കാൻ തയ്യാറായിട്ടുണ്ട് എങ്കിൽ അതിന് പുറകിലുള്ള പല കാര്യങ്ങളും ഇപ്പോൾ പലരും തുറന്നു പറയുന്നത് പോലെ ഇവരെല്ലാം പറയേണ്ടി വരുമ്പോൾ കുറേ കൂടി തുറന്നു കാട്ടം പറയുകയായിരിക്കും ചെയ്യുക. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2011 ഇടതുമുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയങ്ങളിൽ ഒന്ന് UDFിന്റെ ഭാഗമായിട്ടുള്ള ആർ ബാലകൃഷ്ണപിള്ള ഇതാ അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നു എന്നുള്ളതായിരുന്നു. ഈ സർക്കാർ വന്നതിന് ശേഷം ആദ്യത്തെ നിയമസഭാ സമ്മേളനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെയും സഹായങ്ങളെയും കുറിച്ചുള്ളതായിരുന്നു. പിന്നെ അതുമായി ബന്ധപ്പെട്ട ആരോപണ ശരങ്ങളും വാക്പോരുകളുമായിരുന്നു. പിന്നീട് KB ഗണേഷ് കുമാറിൻ്റെ വിഷയം വന്നു. ഇങ്ങനെ 1.5 കാലം ആ വിഷയത്തിൽ ഫോക്കസ് ചെയ്തിരിക്കുകയായിരുന്നു കേരള രാഷ്ട്രീയം. 5 വർഷം കഴിഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവർ നിങ്ങളുടെ ഒപ്പമാണ്. അവിടെയാണ് ജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ വലിയൊരു വിശ്വാസ്യത നഷ്ടം തോന്നാനിട.
അല്ല, ആർ ബാലകൃഷ്ണപിള്ള ഇപ്പോഴല്ലോ നിലപാട് സ്വീകരിച്ചത്. ഇപ്പം അദ്ദേഹത്തോട് ആ നിലപാട് സ്വീകരിച്ചതിന് ശേഷം ഈ മുന്നണിയുടെ ഭാഗമായിക്കൊണ്ടോ അതിനകത്തല്ലോ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള പാർട്ടി നിലനിൽക്കുന്നത്. പക്ഷേ ആർ ബാലകൃഷ്ണപിള്ളയുടെ ആ കേസിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യത്തിന് നിലപാട് സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം മറ്റൊരു പ്രശ്നത്തിൽ നിലപാട് സ്വീകരിച്ചു വരുമ്പോൾ മുന്നണിയുടെ നേരെ ഭാഗമാക്കി ഇടതു മുന്നണിക്കകത്ത് അംഗമാക്കി നേരെ തെരഞ്ഞെടുപ്പിനകത്തേക്ക് കൊണ്ടുവരിക എന്ന സമീപനം ഇടതു മുന്നണി സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, ചില കാര്യങ്ങൾ വസ്തുതകൾ പറയുമ്പോൾ നേരത്തെ അവനകത്ത് ചില കേസുകൾ പെട്ടിരുന്നു എന്നതുകൊണ്ട് ഇന്ന് പറയുന്ന കാര്യങ്ങൾ അപ്പാടെ തള്ളിക്കളയേണ്ട കാര്യമില്ല. എന്നാൽ പഴയതെല്ലാം മറന്നുകൊണ്ട് നേരെ മുന്നണിക്കകത്ത് കൊണ്ടുവരിക എന്ന സമീപനവും സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പൊതുസമൂഹത്തിനകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിനകത്ത് കുറേയേറെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിനും ഇപ്പോൾ നടക്കുന്ന അഴിമതി കേരളീയ സമൂഹത്തിൻ്റെ സജീവ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന് സഹായകരമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ സ്വീകരിക്കും അത്തരം കാര്യങ്ങൾ പൊതുസമൂഹം എങ്ങനെ എടുക്കുന്നു അതേ രൂപത്തിൽ തന്നെ ഇടതുമുന്നണി സ്വീകരിച്ചിട്ടുണ്ട്. അതിനർത്ഥം നേരെ അതിനകത്ത് വാതിൽ തുറന്നിട്ടു എന്നുള്ളതല്ല. ആ സമീപനം തന്നെയാണ് നേരത്തെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലായാലും ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇവർ വരുമ്പോൾ ആ പ്രശ്നങ്ങൾ മുന്നണി കൂട്ടായി ചർച്ച ചെയ്യും. ഏതാണ് ശരിയായ നിലപാട്, ഏത് രൂപത്തിലാണ് ഇവരെല്ലാം ഉൾക്കൊള്ളേണ്ടത് എന്ന കാര്യവും മുന്നണി കൂട്ടായി തന്നെ ചർച്ച ചെയ്ത് തീരുമാനത്തിൽ. തീർച്ചയായും ശ്രീ MT രമേശ്, ഇക്കാര്യത്തിൽ BJPക്കും ഇടതു മുന്നണിയെയോ വലതു മുന്നണിയെയോ കുറ്റം പറയാനില്ലല്ലോ. കാരണം KM മാണിക്ക് വേണ്ടി തന്നെ ഈ സർക്കാരിൻ്റെ ഭാഗമായി നിന്ന് അഴിമതി ആരോപണത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന KM മാണിക്ക് തന്നെ വാതിൽ തുറന്നിട്ടിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ അത് വളരെ വ്യക്തമായി പറഞ്ഞതുമാണ്. അപ്പോൾ തത്വദീക്ഷയില്ലാത്ത നിലപാടുകൾ ഏതെങ്കിലും ഒരു കൂട്ടർ ബാന്ധവങ്ങളുടെ കാര്യത്തിൽ സ്വീകരിക്കുന്നു എന്ന ആരോപണം നിങ്ങളെ സംബന്ധിച്ചും ഉന്നയിക്കാനാവില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള കൂടുവിട്ട് കൂടുമാറ്റം ജനങ്ങൾക്ക് മുൻപിൽ എല്ലാവരും ഒരേ തൂവൽ പക്ഷികളായതുകൊണ്ട് ഒരു വലിയ കാര്യമായിരിക്കില്ല എന്ന് തോന്നുന്നു. അല്ല, ഞങ്ങളങ്ങനെ ആർക്കെങ്കിലും വേണ്ടി വാതിൽ തുറന്നിട്ട് കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞത് കേരളത്തിലെ UDFനും LDFനും വേറിട്ട് ഏതെങ്കിലും പാർട്ടികൾ വന്നാൽ സ്വാഭാവികമായിട്ടും ആ മുന്നണിയുടെ നിലപാടിനോട് വിരോധമുള്ള ആളുകളാണല്ലോ പുറത്തു വരിക. അത്തരം പാർട്ടികളെ BJP സ്വീകരിക്കുമെന്നാണ്. അതൊരു രാഷ്ട്രീയ നിലപാടാണ്. ആ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും എതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ ബദലിനാണ് BJP ശ്രമിക്കുന്നത്. ആ രണ്ട് പാർട്ടികൾ നേതൃത്വം കൊടുക്കുന്ന മുന്നണി വിട്ടുകൊണ്ട് ഏതെങ്കിലും പാർട്ടികൾ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുമായി രാഷ്ട്രീയ ചർച്ചകൾ നടത്തുമെന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ആ കാര്യത്തിൽ ഇപ്പോഴും ഞങ്ങൾ വേറിട്ട് പോയിട്ടില്ല. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം ഏത് നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് എന്ന് പറയാനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശം അവർക്കുണ്ട്. രണ്ടാമത്, CPM എക്കാലത്തും സ്വീകരിച്ചിരുന്ന സമീപനം കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയത്തെയും തരാതരം പോലെ തങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് എക്കാലത്തും CPM സ്വീകരിച്ചിട്ടുള്ളത്. അത് അവരുടെ രാഷ്ട്രീയ നിലപാടായിരിക്കാം, ഞാൻ അതിനെ കുറ്റപ്പെടുത്തില്ല. അത് തന്നെയാണ് ഈ പ്രാവശ്യവും സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കേരളത്തിൽ ഈ സംഘടിതമായിട്ടുള്ള മതവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഏതെങ്കിലും ഒരു പങ്ക് ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത് എക്കാലത്തും CPMൻ്റെ ഒരു സമീപനമാണ്. അത് ഈ പ്രാവശ്യം ആവർത്തിക്കുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, കേരളത്തിൽ വളരെ പെട്ടെന്ന് UDF വിട്ട് LDFിലേക്കും LDF വിട്ട് UDFിലേക്കും ആളുകൾക്ക് എങ്ങനെ ചേക്കേറാൻ സാധിക്കുന്നു? ചേക്കേറാനുള്ള കഴിയുന്നത് ഈ രണ്ട് മുന്നണികൾ തമ്മിൽ വലിയ അകലമില്ല, ദൂരമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതാ ഞങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് നേരം ഇരുട്ടി വെളുക്കും മുമ്പ് UDFിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ സ്വീകാര്യമാവുന്ന LDFന്? ദീർഘകാലത്തൊന്നുമില്ല. ഇപ്പോൾ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി കേരള കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടാകുന്നു. ആ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നതിന് മുമ്പേ തന്നെ, പാർട്ടി ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ LDF സ്വീകരിക്കുകയാണല്ലോ. എങ്ങനെയാണ് സ്വീകരിക്കാൻ സാധിക്കുന്നത്? LDF വലിയ ആദർശം പറയുന്ന ആളുകളല്ലേ, ഞങ്ങൾ തത്വാധിഷ്ഠിതമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന മുന്നണിയാണ് എന്നൊക്കെയല്ലേ ഇവർ പറഞ്ഞത്. അപ്പോൾ ഇത് വളരെ കൃത്യമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിമതന്മാരെ LDF സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്, LDF വിമതന്മാരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് LDFിൽ നിന്ന് UDFിലേക്കും UDFിൽ നിന്ന് LDFിലേക്കും വലിയ ദൂരമൊന്നുമില്ല എന്നുള്ളത് കൊണ്ടാണ് വളരെ എളുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ അതും ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അതൊരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകുമെന്ന് ശ്രീ MT രമേശ് പറയുമ്പോൾ ശ്രീ P രാജീവ്, ഇന്ന് രാത്രി LDFിലാണെങ്കിൽ നാളെ രാവിലെ UDFിൽ പോകാവുന്നത്ര എളുപ്പമാണ് കാര്യങ്ങൾ എന്ന് ജനങ്ങൾക്ക് തോന്നും. പിന്നെ ഈ മുന്നണി മാറുന്നവർ, അത് ഇടത്തു നിന്ന് വലത്തേക്ക് മാറുന്നവരായാലും തിരിച്ചായാലും രാഷ്ട്രീയം പറഞ്ഞല്ലോ ഈ അടുത്ത കാലത്തുള്ള ഒരു മുന്നണി മാറ്റവും. ഈ ജോസഫ് വിഭാഗം UDFിലേക്ക് പോയത് എന്തെങ്കിലും രാഷ്ട്രീയം പറഞ്ഞല്ല, രാഷ്ട്രീയമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചല്ല. ഇപ്പോൾ ഒരു വിഭാഗം തിരിച്ചു വരുന്നതുമല്ല. ഈ പറയുന്ന മറ്റുള്ള ആളുകളൊക്കെ ഇപ്പോൾ UDF വിട്ട് വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉൾക്കൊള്ളലിൻ്റെ പ്രശ്നം, അവർക്ക് കിട്ടേണ്ടത് കിട്ടിയില്ല എന്നുള്ള അതൃപ്തിയുടെ പേരിലാണ് പുറത്തേക്ക് പോയത്. RSP ഇവിടുന്ന് അങ്ങോട്ട് പോയതും അങ്ങനെ തന്നെയാണ്. ജനങ്ങൾ ഇതിനെയൊക്കെ ഏത് തരത്തിലാണ് കാണേണ്ടത്? അല്ല, ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പിൻ്റെ വിഭാഗം വളരെ ഗൗരവമായൊരു പ്രശ്നം ഉന്നയിക്കുകയുണ്ടായി. ആ പ്രശ്നം എന്നുള്ളത് ശ്രീ
കേരള കോൺഗ്രസിൻ്റെ നേതൃത്വം BJP നേതൃത്വവുമായി ചർച്ച നടത്തിയിരുന്നു എന്നുള്ളതാണ്. അതിൽ അസ്വാഭാവികമായ ഒന്ന് നമ്മൾ തന്നെ പ്രകടമായി കണ്ടൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഇവിടെ റബ്ബറിൻ്റെ പ്രശ്നം വച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് പടിവാതിക്കൽ നടന്ന ഒരു നിരാഹാര നാടകമുണ്ടല്ലോ. ആ നിരാഹാര സമരത്തിന് ശേഷം ഡൽഹിയിലേക്ക് ചർച്ചയ്ക്ക് പോകുമ്പോൾ ആ ചർച്ചയിൽ ഒരു ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നില്ല എന്ന് ജോയി എബ്രഹാം കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു ആ ചർച്ചയിൽ ഉണ്ടായിരുന്ന ആളുകൾ ഒന്ന് നിർമ്മല സീതാരാമനാണ്, മന്ത്രി സ്വാഭാവികമായിട്ടുണ്ടാവും. രണ്ടാമത്തെയാൾ ശ്രീ നദ്ദയാണ്. നദ്ദ ആരോഗ്യം റബ്ബറും തമ്മിലൊരു ബന്ധമില്ല. നദ്ദയ്ക്കുള്ള ബന്ധം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചുമതലയുള്ള BJPയുടെ ആളെന്ന് മാത്രമാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഉദ്യോഗസ്ഥന്മാരും വാണിജ്യ വകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ പാർലമെൻ്ററി കാര്യമന്ത്രിയാകാം അല്ലെങ്കിൽ ധനമന്ത്രിയാകാം, ഇത്രയും ആളുകൾ മാത്രം സാധാരണഗതിയിൽ പങ്കെടുക്കുന്ന ഒരു ചർച്ചയിൽ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചുമതലയുള്ള BJPയുടെ മേധാവ് നദ്ദ ഉണ്ടായിരുന്നു എന്ന് ജോയി എബ്രഹാം പരസ്യമായി തന്നെ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ ഇന്നലെയോ മിനിഞ്ഞാന്നോ പറയുന്നത് കേൾക്കുകയുണ്ടായി. അപ്പോൾ ഒരു അത് ഇവർ പറയുന്നുണ്ട് അമിത്ഷായെ കൊണ്ട്, ആ കാര്യം എനിക്കറിയില്ല, പക്ഷേ ഇത് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ BJPയുമായിട്ടൊരു കൂട്ടുകെട്ടിലേക്ക് പോകുന്നു, അതുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ടൊരു വിഭാഗം പുറത്തേക്ക് വരുമ്പോൾ അത് സ്വാഗതാർഹമാണ് എന്ന് പറയേണ്ട രാഷ്ട്രീയ ഉത്തരവാദിത്വം എക്കാലത്തും ഒരു വർഗീയ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന മുന്നണി എന്ന നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇവിടെ ശ്രീ A.T. രമേശ് ഇങ്ങനെ പറഞ്ഞാലും കുമ്മനം രാജശേഖരനാണല്ലോ അവരുടെ പ്രസിഡന്റാണല്ലോ പറഞ്ഞത് KM മാണിക്ക് വേണ്ടി വാതിൽ തുറന്നിട്ടിട്ടുണ്ട്, അവരുമായിട്ട് വേറെ പ്രശ്നങ്ങളില്ല എന്ന രൂപത്തിൽ പറഞ്ഞ് നമുക്ക് കാണുകയുണ്ടായി. അപ്പോൾ അദ്ദേഹവുമായിട്ട് സന്ധി ചെയ്യാൻ ശ്രമിച്ചു എന്ന് കേരളത്തിൽ BJPയുടെ നേതൃത്വം പറയുന്നു. ഇവിടെയാണെങ്കിൽ അവരോടൊപ്പം ഇത്രയും നാൾ പ്രവർത്തിച്ചിരുന്ന ആളുകൾ പറയുന്നു അമിത്ഷായുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. പരസ്യമായി തന്നെ കേരള കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി പറയുന്നു നദ്ദയും നിർമ്മല സീതാരാമൻ എന്ന മന്ത്രിയും ഇവർ 4 പേരും മാത്രമായിരുന്നു ചർച്ച എന്ന് പറയുകയും ചെയ്യുമ്പോൾ ആ ഒരു കൂട്ടുകെട്ടിനെ കേരളം ചർച്ച ചെയ്യേണ്ടി വരും. അതിനകത്ത് വ്യത്യസ്തത വെച്ച് വരുമ്പോൾ അത് രാഷ്ട്രീയ നിലപാടാണ്. ആ രാഷ്ട്രീയ നിലപാടിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ മുന്നണിക്കകത്ത് ഏത് രൂപമാണെന്നുള്ളത് മുന്നണി കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനിക്കുകയും ചെയ്യും. ശരി, അതാണ് ശ്രീ സജി. അങ്ങനെ BJP ബാന്ധവത്തിന് ശ്രമിക്കുന്നു എന്ന ആരോപണം കുറച്ചു കാലമായിട്ടുണ്ട്. ഈ റബ്ബർ സമരവുമായി ബന്ധപ്പെട്ട് ആദ്യമായി ഉയർന്നു വന്നതും അല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് അടങ്ങുന്ന മുന്നണിക്ക് UDFന് പ്രതിപക്ഷത്തിരിക്കേണ്ടി വരികയാണ് എങ്കിൽ കേന്ദ്രത്തിൽ ജോസ് കെ മാണി മന്ത്രിയായിക്കൊണ്ടുള്ള ഒരു പുതിയ രാഷ്ട്രീയ ചേരി ഇവിടെ രൂപം കൊള്ളുമെന്നാണ് കേരള കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ ആളുകളോ കേരള കോൺഗ്രസിനെ വിമർശിക്കുന്ന ആളുകളോ പറയുന്നത്. സത്യമുണ്ടോ? കേരള കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ ആളുകൾ പറയുന്നത് സത്യമാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അവർക്ക് കേരള കോൺഗ്രസിനെ വിമർശിക്കുക. കഴിഞ്ഞ കാലങ്ങൾ ഞാൻ പറഞ്ഞു കേരള കോൺഗ്രസിൽ നിന്ന സമയത്ത് ഇവരൊന്നും വിമർശിച്ചിട്ടില്ല. ഇവർ പറയുന്നത് BJPയുമായിട്ട് ബാന്ധമുണ്ട്. BJP മാത്രമല്ല, ബഹുമാനപ്പെട്ട P. രാജീവിന്റെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എത്രയോ പ്രാവശ്യം മാനസാനെ ക്ഷണിച്ചു. കാരുണ്യവാനായ KM മാണി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണം, കർഷകർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ കാരുണ്യപദ്ധതി നടപ്പിലാക്കിയ ശ്രീ KM മാണി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാൻ യോഗ്യനാണെന്ന് അദ്ദേഹത്തിന്റെ നേതാവ് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം BJPയുടെ നേതാക്കന്മാരൊക്കെ പറഞ്ഞു. കൃഷിക്കാർക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന KM മാണിയെ പോലുള്ള ആളുകൾ, പരിണിതപ്രജ്ഞനായ KM മാണി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെന്നൊക്കെ പലപ്പോഴും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ജോസ് കെ മാണിയെ കേന്ദ്രമന്ത്രിയാക്കാമെന്നും KM മാണി സാറിനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കാമെന്നും ഒക്കെ ഇവരിൽ പലരും വാഗ്ദാനം നൽകിയിട്ടുണ്ട്. പക്ഷേ ആ വാഗ്ദാനങ്ങളൊന്നും കേരള കോൺഗ്രസ് പാർട്ടിയോ KM മാണി സാറോ സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾ UDFന്റെ ഭാഗമാണ്, UDFിൽ തന്നെ തുടരുമെന്നാണ് പറഞ്ഞത്. പിന്നെ ബഹുമാനപ്പെട്ട ആന്റണി രാജു മുമ്പേ പറഞ്ഞു, ഇവിടെ പറഞ്ഞ് ബോംബ് പൊട്ടിക്കുന്നു, പണ്ട് സരിതയുടെ ബോംബുമായിട്ട് PCOR നടന്നു, അദ്ദേഹത്തിന്റെ ഗതി ഇപ്പൊ അറിയാം. അതുപോലെ ആന്റണി രാജുവിന്റെ ബോംബ് ഉണ്ടെങ്കിൽ അത് ആന്റണി രാജുവിന് മാണിസാർ പറഞ്ഞതുപോലെ ആ ബോംബ് കയ്യിൽ നിന്ന് പൊട്ടുകയുള്ളൂ, സരിതയുടെ ബോംബ് ഒന്നും ഇവിടെ ഏക്കുകയില്ല. പിന്നെ ഒരു കാര്യം പറയാം, മാണിസാറിനെതിരെ ആക്ഷേപം ഉണ്ടായപ്പോൾ ആന്റണി രാജു മാത്രമാണ് പ്രതിരോധിച്ചെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? കേരള യൂത്ത് ഫണ്ട് ഞങ്ങളൊക്കെ തെരുവിലിറങ്ങി ഈ വിഷയത്തെ സംബന്ധിച്ച് ശക്തമായി ഞങ്ങൾ പ്രതിരോധിച്ച ആളല്ല. ഇവിടെ പ്രതിഷേധ യോഗങ്ങൾ വെച്ചപ്പോൾ മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ച് ഞങ്ങൾ പ്രതിഷേധിച്ച ആളുകളാണ്. അല്ല ചാനലിൽ കയറിയിരുന്ന് ഞങ്ങൾ ഒന്നും പറഞ്ഞില്ലായിരിക്കാം. പക്ഷേ അന്നൊക്കെ ആ പബ്ലിക് മീറ്റിങ്ങിൽ വന്ന് പ്രസംഗിക്കാൻ തയ്യാറാവാതെ മാറി നിന്ന് കേരള കോൺഗ്രസ് പാർട്ടിയെയും KM മാണി സാറിനെയും വിമർശിച്ചിട്ട് ചാനലിൽ കയറി അദ്ദേഹത്തിന്റെ ഷൈൻ ചെയ്യാനായി അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. മാണി സാറിനെ സംരക്ഷിക്കാനാണെന്ന് ഇപ്പോൾ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, മാണി സാറിനെ സംരക്ഷിച്ചില്ല, മാണി സാറിന് വേണ്ടി പറഞ്ഞില്ല എന്ന് നിങ്ങൾ പറയുന്നില്ല. പക്ഷേ പറഞ്ഞത് നിങ്ങൾ സത്യസന്ധമായിട്ടാണോ ആത്മാർത്ഥമായിട്ടാണോ പറഞ്ഞത് എന്ന് ഇന്ന് കേരളത്തിലെ ജനങ്ങളൊക്കെ വിലയിരുത്തിയിട്ടുണ്ട്. നിങ്ങൾ ശരി, അതാണ് കേരള കോൺഗ്രസിന് പറയാനുള്ളത്. ശ്രീ ആന്റണി രാജു, നിങ്ങൾക്ക് ഇടത് പാളയത്തിലേക്ക് പോകാൻ വേണ്ടി കുറെ കാരണങ്ങൾ പറയുകയല്ലേ? കാരണത്തിന് വേണ്ടിയുള്ള കാരണങ്ങൾ, അതല്ലാതെ JP നദ്ദയോ അമിത്ഷായോ ഒക്കെ BJP പാളയത്തിലേക്ക് KM മാണിയെ ഒരുപക്ഷെ ക്ഷണിച്ചു കാണും. അതിനപ്പുറത്ത് BJPയുമായി ഒരു രാഷ്ട്രീയ ബാന്ധവം ഇപ്പോഴുണ്ടാക്കാൻ മാത്രം മണ്ടനല്ലല്ലോ KM മാണി. ഇതിപ്പോൾ നിങ്ങൾ ഇടതുപക്ഷത്തേക്ക് പോകാൻ വേണ്ടി പറയുന്ന ഒരു കാരണം എന്നതിനപ്പുറത്തുള്ള എന്തെങ്കിലും വിശുദ്ധി ഉണ്ടോ ആ ആരോപണത്തിന്? അഭിലാഷ്, ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയിൽ പോകാൻ വേണ്ടിയിട്ടാണോ ബഹുമാനപ്പെട്ട പാർട്ടി ചെയർമാൻ ശ്രീ KM മാണി അമിത്ഷായുമായി ചർച്ച നടത്തുമെന്ന് പറഞ്ഞത്?
ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നോ അമിത്ഷായുടെ പാർട്ടിയുടെ നേതാക്കന്മാരുമായി പോയി ഈ പറഞ്ഞതുപോലെ ഒരു വകുപ്പുമായി ഒരു ബന്ധവുമില്ലാത്ത കേരളത്തിൻ്റെ ചുമതലയുള്ള BJPയുടെ ചുമതലയുള്ള മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തിയത് ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നോ? അതുപോലെ തന്നെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ലെറ്റർ പാഡിൽ എഴുതി വിപ്പ് കൊടുത്തു, BJPക്ക് പിന്തുണ കൊടുക്കാൻ പരസ്യമായി വിപ്പ് കൊടുത്തു. ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയിലേക്ക് പോകാൻ വേണ്ടിയായിരുന്നോ? ആ ജില്ലാ പ്രസിഡന്റിനെതിരെ ഒരു സസ്പെൻഷൻ പോലും എടുക്കാൻ ഈ പാർട്ടി കൈക്കൊള്ളാത്തത് ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയിലേക്ക് പോകാൻ വേണ്ടിയായിരുന്നോ? ഇതൊക്കെ ഈ കഴിഞ്ഞ നാളുകളിൽ, തൊട്ടടുത്ത നാളുകളിൽ നടന്ന കാര്യങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ ഈ പാർട്ടിയിൽ നിൽക്കുമ്പോഴും BJPയുമായി രഹസ്യ ബാന്ധവം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഈ രാജ്യത്തെ മാധ്യമങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അതിനെ നിഷേധിക്കാൻ ഒരു കേരള കോൺഗ്രസ്സുകാരനും തയ്യാറായില്ലല്ലോ. അതുകൊണ്ട് ഇതൊക്കെ വളരെ പരസ്യമായ രഹസ്യങ്ങളാണ്. വരും നാളുകളിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരള കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടുന്ന ഐക്യ ജനാധിപത്യ മുന്നണി പ്രതിപക്ഷത്തേക്ക് പോകുമ്പോൾ ഒരു സംശയവും വേണ്ട, ആ പാർട്ടി BJPയുമായി സഖ്യമുണ്ടാക്കിയിരിക്കും. ശ്രീ ജോസ് കെ മാണി കേന്ദ്രമന്ത്രിയായിരിക്കും. അന്ന് ഈ കൂടെ പോയ ആളുകളെല്ലാം തിരിച്ച് യഥാർത്ഥ കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് മടങ്ങി വരുന്ന കാഴ്ച കാണാം. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്, ആ അപകടം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കേരള മതേതരത്തിൽ വിശ്വസിക്കുന്ന, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, വർഗീയതയ്ക്കെതിരെ പോരാടാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു കേരള കോൺഗ്രസ് പാർട്ടിയിൽ മാത്രമേ ഞങ്ങൾ പ്രവർത്തിക്കുന്നുള്ളൂ. പ്രതിജ്ഞയെടുത്ത ആളുകൾ ഈ അപകടം മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. സീറ്റിന് വേണ്ടിയല്ല, BJPയെ പേടിച്ചാണ് ആന്റണി രാജു അടക്കമുള്ള ആളുകൾ ഓടി രക്ഷപ്പെട്ടത്. ഇതിൽ നിങ്ങളുടെ റോൾ, ഇപ്പോൾ നേരത്തെ CPM-നെ കുറിച്ചും LDF-നെ കുറിച്ചും പറഞ്ഞല്ലോ, അതുപോലെ കേരളത്തിൽ കടന്നു കയറാൻ ഒരു ക്രിസ്ത്യൻ പാർട്ട്ണർ ആവശ്യമാണ് എന്ന ചിന്ത BJPയുടെ കേന്ദ്ര നേതൃത്വത്തിനുണ്ട് എന്നാണ് കേൾക്കുന്നത്. പലയിടങ്ങളിലും പരീക്ഷിച്ച് വിജയിച്ചതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള സാമുദായികമായ ശക്തിയുള്ള ഒരു വിഭാഗത്തെ കൂടെ നിർത്തുക എന്ന ഒരു തന്ത്രത്തിന്റെ ഭാഗമായി ഇവിടെ കേരള കോൺഗ്രസിനെ കൂടെ നിർത്താൻ കുറച്ചു കാലമായി ശ്രമിക്കുന്നുണ്ടല്ലോ. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും മുന്നോട്ട് പോക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, നമുക്കിപ്പോൾ എങ്ങനെയാണ് ഭാവിയെക്കുറിച്ച് പ്രവചിക്കാൻ വേണ്ടി സാധിക്കുക? ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് വളരെ വ്യക്തമാണ് അഭിലാഷേ. കേരളത്തിൽ CPM-നും കോൺഗ്രസിനും ബദലായിട്ടുള്ള ഒരു രാഷ്ട്രീയ കെട്ടിപ്പടുക്കാനാണ് BJP ശ്രമിക്കുന്നത്. ആ രാഷ്ട്രീയത്തോട് സഹായിക്കാനും അതിനെ ശക്തിപ്പെടുത്താനും ആര് തയ്യാറായാലും, അത് സംഘടനകളായാലും ശരി, വ്യക്തികളായാലും ശരി, പാർട്ടികളായാലും ശരി, അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നവരുമായിട്ട് BJP കൂട്ടുകൂടാൻ തയ്യാറാണ്. പിന്നെ ബാക്കിയൊക്കെ വെറും രാഷ്ട്രീയം മാത്രമാണ്. ഞാൻ എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ആന്റണി രാജു പറഞ്ഞതിനോടൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല. BJP ബാന്ധവം അതവർക്ക് പറയാനുള്ള മറ മാത്രമാണ്. അങ്ങനെ പറയാൻ തുടങ്ങിയാലും നമ്മൾ പലതും പറയേണ്ടി വരില്ലേ? അങ്ങനെ BJP ബാന്ധവത്തെ ഭയപ്പെട്ടുകൊണ്ട് ഓടിപ്പോയവരെന്നല്ല. BJP ബാന്ധവം വേണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകൾ അപ്പുറത്തുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്ന ചില ആളുകളും ഇപ്പോൾ ബാന്ധവത്തിൻ്റെ പേരിൽ ഓടിപ്പോയി നിങ്ങൾ പറയുന്ന പട്ടികയിലുണ്ട് എന്ന് എനിക്കറിയാം. ഞാനത് പറയുന്നില്ല, അത് പറയുന്നത് ശരിയില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് BJP ബാന്ധവത്തിൻ്റെ മറയൊന്നും പറയണ്ട. ഇവരൊക്കെ രാഷ്ട്രീയ സാഹചര്യം മാറുമ്പോൾ BJPയുമായിട്ട് യോജിക്കാൻ തയ്യാറാകുന്ന ആളുകൾ തന്നെയാണ്. അക്കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. പിന്നെ ഇതൊക്കെ ഒരു പറച്ചിൽ മാത്രമാണ്. നമുക്ക് രാഷ്ട്രീയം ഇനിയും നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല. ചർച്ച ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ആളുകളൊക്കെ ഇത് മാറ്റി പറയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ശ്രീ രാജീവ്, 2.5 മാസം നീണ്ടു നിൽക്കുന്ന പ്രചരണ കാലയളവായതുകൊണ്ട് തന്നെ നിലവിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ ഈ മുന്നണി മാറ്റം, ഇതേ തുടർന്നുണ്ടാകുന്ന ആരോപണങ്ങൾ, സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് വിഭജനവുമായി ഉണ്ടായ വിവാദങ്ങൾ, ഇവയൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ വിധി നിർണ്ണയിക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങളായി പരിണമിക്കുന്നത്. അതുകൊണ്ട് വലിയ സൂക്ഷ്മത ഇക്കാര്യത്തിൽ പുലർത്തേണ്ടതല്ലേ? അല്ല, ഈ സമയം കിട്ടിയിരിക്കുന്നു എന്നുള്ളത് കുറേ കൂടി ഈ ഭരണത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ സൂക്ഷ്മമായി എത്തിക്കുവാൻ സഹായകരമായിരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ 2ാം UPA ഗവൺമെൻറ് അഴിമതിയിൽ മുങ്ങിയ ആ ഗവൺമെൻറ്റിനെതിരെ എത്ര ശക്തമായിരുന്നു ഈ രാജ്യത്തെ ജനവികാരമെന്ന് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ അതിന് സമാനമായിട്ടുള്ള ഒരു അഴിമതി ഭരണമായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുണ്ടായത്. അപ്പോൾ അതിനെതിരായിട്ടുള്ള വികാരം അത് പൊതുവെ നന്നായി തന്നെ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളും ജീവിത പ്രശ്നങ്ങൾ ഉൾപ്പെടെ ജനങ്ങളിലേക്ക് നന്നായി കൊണ്ടുപോകുന്നതിന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയം കുറച്ച് ദീർഘമാണെങ്കിൽ പോലും ആ സമയം സഹായകരമായിരിക്കും. ഞങ്ങളുടെ ഒരു സംവിധാനമാണെങ്കിൽ അതിനൊക്കെ പറ്റുന്ന രൂപത്തിൽ തന്നെ കാര്യക്ഷമമാണ്. ആ സംവിധാനം കൂടി ഉപയോഗിച്ചുകൊണ്ട് എല്ലാ വീടുകളിലേക്കും ഈ സന്ദേശം എത്തിക്കാൻ ഈ സൗകര്യപ്രദമായിരിക്കുമെന്ന് കരുതുന്നു. എന്നാൽ മറ്റു കാര്യങ്ങൾ വളരെ പ്രധാനം തന്നെയാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലെ സൂക്ഷ്മതകൾ, ഓരോ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്നതിൻ്റെ സൂക്ഷ്മത, അതെല്ലാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും നമ്മൾ സ്വീകരിക്കുമ്പോൾ തന്നെയാണ്. ഈ ദൈർഘ്യമേറിയൊരു കാലയളവ് എന്നുള്ളത് ജനങ്ങളിലേക്ക് കുറേ കൂടി കാര്യങ്ങൾ എത്തിക്കുവാൻ സഹായകരമായിരിക്കും. സാധാരണഗതിയിൽ കഴിഞ്ഞ നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു മാസത്തോളം കാത്തിരുന്നില്ല.
ചെയ്തിരുന്നു വിധി നിർണ്ണയത്തിന്. ഇപ്പോൾ ആ സമയം കൂടി പ്രചരണത്തിന് ലഭിക്കുന്ന സാഹചര്യമാണ്. യഥാർത്ഥത്തിൽ അത് കുറച്ച് കൂടുതലാണെങ്കിൽ പോലും ഇതിനെ കൂടി എങ്ങനെ അനുകൂലമായി ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും എന്നൊരു അന്വേഷണമായിരിക്കും അങ്ങ് നടത്തുക. അതിന് പറ്റാവുന്ന രൂപത്തിൽ ഇടതു മുന്നണി സജ്ജമാണ്. എല്ലാ രൂപത്തിലുള്ള സംഘടനാ തയ്യാറെടുപ്പുകൾ മുന്നണി കൂട്ടായി തന്നെ നടത്തിയിട്ടുണ്ട്. വികസന കാഴ്ചപ്പാടുകൾ ജനങ്ങളുടെ മുൻപാകെ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ സംവിധാനങ്ങളും കാര്യക്ഷമമായി തന്നെ രൂപപ്പെടുത്താൻ ഈ സന്ദർഭത്തിൽ കഴിഞ്ഞിട്ടുമുണ്ട്. അതാണ് ശ്രീ സജി, ഒന്ന് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം, റബ്ബർ വില അടക്കമുള്ള വിഷയങ്ങൾ, അഴിമതി ആരോപണങ്ങൾ തുടങ്ങി വിഭവസമൃദ്ധമാണ് നമ്മുടെ രാഷ്ട്രീയ മണ്ഡലം. അങ്ങനെയുള്ള ഘട്ടത്തിൽ നിങ്ങളുടെ ഒപ്പമുള്ള ചില ആളുകളെ അടർത്തിയെടുക്കുക, അവരെ ഉപയോഗിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം മുൻപ് കടന്നു കയറാൻ സാധിക്കാതിരുന്ന ചില കേന്ദ്രങ്ങളിലേക്ക് കൂടി കടന്നു കയറുക എന്നുള്ളതാണ്. അവിടെയാണ് ഒരുപക്ഷെ നിങ്ങളെ സംബന്ധിച്ച് കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. ഇന്നിപ്പോൾ പാർട്ടിയിലെ ചില പ്രമുഖർ കൂടി ഞങ്ങൾ പോവുകയാണെന്ന് അറിയിച്ചു. നാളെ അതിലും കൂടുതൽ ആളുകൾ പോയേക്കാം. അത്തരത്തിൽ രാഷ്ട്രീയം പ്രതികൂലമാകുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾ? ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ആരെങ്കിലും 1-2 പേര് അല്ലെ 3-4 പേര് ഈ പാർട്ടി വിട്ട് പോയതുകൊണ്ട് പാർട്ടിക്ക് ഒരു ക്ഷീണവും സംഭവിച്ചിട്ടില്ല. 2, ബഹുമാനപ്പെട്ട പി രാജീവോട് പറയുകയുണ്ടായി, ഞങ്ങൾക്ക് ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ കാലാവധി നീട്ടിക്കിട്ടിയത് ഞങ്ങൾക്ക് വളരെ സന്തോഷകരമാണ്. കാരണം കഴിഞ്ഞ 5 വർഷമായി കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇപ്പൊ റബ്ബറിന്റെ വിഷയം പി രാജീവ് പറഞ്ഞു, അതാ ഞങ്ങൾ പറയുന്നത്. ഇവിടെ റബ്ബർ ബഹുമാനപ്പെട്ട മാണി സാർ റബ്ബറിന് 96 രൂപ വില വന്നപ്പോൾ ബലസ്ഥിരതാ ഫണ്ട് കൊണ്ടുവന്നപ്പോൾ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടക്കമുള്ള ആളുകളൊക്കെ ആക്ഷേപിച്ചു, ഇത് തട്ടിപ്പാണ്, ഇത് ആർക്കും കിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഇതാണ്ട് അത് അപേക്ഷ കൊടുത്ത് മുഴുവൻ ആൾക്കും അത് പൈസ ലഭിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് നിരവധി ആളുകൾക്ക് പൈസ ലഭിച്ചുകൊണ്ടിരിക്കുക. ഈ കാര്യങ്ങളിലൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സമയം വേണം. പിന്നെ അഴിമതിയെക്കുറിച്ച് ഞങ്ങളുടെ ഐക്യ ജനാധിപത്യ മുന്നണിക്കാർ മാത്രം അഴിമതിക്കാരാണെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അവകാശം? നമ്മൾ SNC ലാബിൽ 375 കോടി രൂപയുടെ അഴിമതി നടത്തിയ നിങ്ങളുടെ പാർട്ടി നേതാവ്, നമുക്കറിയാം ചാക്ക് രാധാകൃഷ്ണൻ 5 കോടി രൂപ വാങ്ങിച്ച നിങ്ങളുടെ CPM-ന്റെ നേതാവ് ഇളമരം കരീം, ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളെ മുൻനിർത്തിക്കൊണ്ടല്ലേ നിങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പൊ ഞങ്ങൾക്കും ഇതൊക്കെ പറയുവാനുള്ള അവസരം ഇവിടെ ഉണ്ട്. പിന്നെ സ്ത്രീപീഡനത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ ഗോപി കോട്ടമുറിക്കൽ അടക്കം സമയമുണ്ട് എന്നുള്ളതാണ് അതിന് കിട്ടുന്ന സൗകര്യം. തുടരുക ശ്രീ സജി. ശ്രീ ആന്റണി രാജു വളരെ ക്രൂഷ്യലായ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞിട്ടായാലും അല്ലാതെ ആയാലും ഒരു മുന്നണിയിൽ നിന്ന് മറ്റൊരു മുന്നണിയിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ ന്യായമായും ചില ഉറപ്പുകൾ കിട്ടണമല്ലോ. അതല്ലാതെ നമ്മൾ ഒരു പ്രസ്ഥാനം ഇങ്ങനെ ആരംഭിക്കാൻ പോവുകയാണ്, ഇവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു, അവിടെ എത്തിയുമില്ല എന്ന അവസ്ഥയിലായി പോയാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ആ അപകടം ഇപ്പോൾ തന്നെ ഒഴിവാക്കിയിട്ടുണ്ടോ? നിങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ഉറപ്പുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ ഒരു തീരുമാനം? അല്ല, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്ത് അവിടെ എത്തിയില്ല എന്നുള്ള അഭിലാഷിൻ്റെ വാചകം പിൻവലിക്കണം. കാരണം ഞങ്ങളെ മാത്രമാണ് ഈ പറഞ്ഞ നേരത്തെ ക്യൂവിൽ നിങ്ങൾ കാണിച്ച ലിസ്റ്റിൽ ആ ക്യൂവിൽ നിൽക്കാതെ നേരെ AK സെന്ററിലേക്ക് ചർച്ച ചെയ്യാൻ പോകേണ്ട സാഹചര്യം കിട്ടിയത് ഞങ്ങൾക്ക് മാത്രമാണ്. ഞങ്ങൾ പാർട്ടി ഉണ്ടാക്കി 24 മണിക്കൂറിനകം ഞങ്ങൾക്ക് ആ ഭാഗ്യമുണ്ടായി. അതുകൊണ്ട് ആ ക്യൂവിൽ ഞങ്ങളെ പെടുത്തേണ്ട കാര്യമില്ല. അതിന് കാരണമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ കാരണങ്ങളുണ്ട് തന്നെയാണ്. കാരണം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം, ജെ വിഭാഗം, ആ വിഭാഗത്തിൽപ്പെട്ടവർ നേരത്തെ ഇടതുപക്ഷ മുന്നിൽ ഉണ്ടായിരുന്നവരാണ്. ശ്രീ ഫ്രാൻസിസ് ജോർജും ഡോക്ടർ KC ജോസഫും ഞാനുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ജോസഫ് വിഭാഗത്തെ പങ്കെടുത്തുകൊണ്ട് പ്രതിനിധീകരിച്ചിരുന്ന ആളുകൾ. അതിലുണ്ടായിരുന്നതിൽ PJ ജോസഫ് സാർ മാത്രമാണ് ഇപ്പോൾ ഇല്ലാത്തത്. അപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ ആ ക്യൂവിലെ ആളാകുന്നത്? ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി 20 കൊല്ലക്കാലം പ്രവർത്തിച്ചതിന്റെ ഫലമായി ഈ കേരളത്തിലുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ ശ്രീ സജി പറഞ്ഞു. 2-3 പേര് ഞങ്ങൾ പോയതിന്റെ പിറ്റേ ദിവസം ഉണ്ടായ ഇന്ത്യയിൽ ഏറ്റവും പ്രശസ്തമായ ഹിന്ദു പത്രത്തിലൊരു അവലേഖനം നിങ്ങൾ വായിക്കണം. കേരളത്തിലെ 30 അസംബ്ലി മണ്ഡലങ്ങളിൽ ഈ കേരള കോൺഗ്രസ് ഉണ്ടായിരിക്കുന്ന ഈ പിളർപ്പ് വലിയ മാറ്റം ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി ഉണ്ടാകാൻ പോകുന്നുവെന്ന് കാര്യകാരണ സഹിതം സർവേയുടെ അടിസ്ഥാനത്തിൽ എഴുതിയത് ഹിന്ദു ദിനപത്രമാണ്. 3 പേര് പോയതിൻ്റെ പുറകെ ഇപ്പം 300ആയി, നാളെ 3000ആയി, പിന്നെ 3 ലക്ഷമാകും, പിന്നെ 30 ലക്ഷമാകും. സജി ഇതാ കാണാൻ പോകുന്നത്. കാണാൻ പോണ പൂരം സജി കണ്ടുകൊണ്ടേ ഇരിക്കും. എന്താ കേരള രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റം. വലിയൊരൊഴുക്ക് ഞങ്ങളുടെ നിലപാട് മൂലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് വലിയൊരു ഒഴുക്ക് ഉണ്ടായിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതിൻ്റെ പ്രതിഫലനം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരളം കാണാൻ പോകുന്നു. റിസൾട്ട് വരുമ്പോൾ ശ്രീ സജി ദയവായി അന്ന് ചർച്ചയിൽ പങ്കെടുക്കാൻ വരണം. അതാണ് പുതിയ കേരള കോൺഗ്രസിന്റെ ആത്മവിശ്വാസം. ശ്രീ MT രമേശ്, നിങ്ങൾ വരാം ഞാൻ താങ്കളിലേക്ക്. സജി, ശ്രീ MT രമേശ്, നിങ്ങളുടെ പാർട്ടിയുടെ ഒപ്പവും PC തോമസിന്റെ കേരള കോൺഗ്രസ്, നോബിൾ മാത്യു, ഇങ്ങനെ കേരള കോൺഗ്രസ് രാഷ്ട്രീയവുമായൊക്കെ അടുത്ത് നിന്നിരുന്ന ആളുകൾ
കേരള കോൺഗ്രസ് വിഭാഗങ്ങൾ എത്തിയിട്ടുണ്ടല്ലോ. ഇവരെ കൊണ്ടൊക്കെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ NDAക്ക്? നമുക്ക് പാർട്ടികളുടെ വലുപ്പം മാത്രമല്ലല്ലോ പ്രധാനം. PC തോമസിൻ്റെ പാർട്ടി കേരളത്തിൽ പ്രധാനപ്പെട്ട ഒരു കേരള കോൺഗ്രസ് പാർട്ടിയാണ്. PC തോമസ് അവകാശപ്പെടുന്നതിന് യഥാർത്ഥ കേരള കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെതാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച കേരള കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെതാണെന്നാണ്. PC തോമസ് കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ്. സ്വാഭാവികമായിട്ടും UDFൻ്റെയും LDFൻ്റെയും കൂടെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അനുഭവങ്ങളും രാഷ്ട്രീയ പിൻബലവും BJPക്ക് പ്രയോജനകരമാകും. PC തോമസ് പോലും അവകാശപ്പെടുന്നില്ല. നേരത്തെ ആന്റണി രാജു പറഞ്ഞതുപോലെ 3 ലക്ഷം 30 ലക്ഷം 3 കോടി ആളുകളൊക്കെ ഉണ്ട്, അദ്ദേഹം പോലും അവകാശപ്പെടുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് കേരളത്തിന് രാഷ്ട്രീയ പിൻബലമുണ്ട്. ആ രാഷ്ട്രീയ പിൻബലം PC തോമസ് നേരത്തെ സ്വീകരിച്ച നിലപാടുകളുമായിട്ട് ബന്ധപ്പെടുന്നതിനാണ്. ഏതായാലും PC തോമസ് ഒരു അധികാരമുള്ള മുന്നണിയിലേക്കല്ലല്ലോ വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് അധികാരമുള്ള മുന്നണിയിലേക്ക് പോകാമായിരുന്നല്ലോ. പക്ഷേ അദ്ദേഹം നേരത്തെ BJPയുടെ സഹയാത്രികനായിരുന്നു, ഇടക്കാലം BJPയുടെ കൂടെ ഇല്ല. പക്ഷേ വീണ്ടും അദ്ദേഹം BJP നേതൃത്വം കൊടുക്കുന്ന മുന്നണിയിലേക്ക് വന്നിരിക്കുന്നു. അത് കേരളത്തിൽ പ്രയോജനകരമാകും. എപ്പോഴും തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആരെയും കുറച്ച് കാണുന്നില്ല. ഇപ്പോൾ ആന്റണി രാജു അടക്കമുള്ള ആളുകൾ ഉണ്ടാക്കുന്ന പാർട്ടിയും ഞങ്ങൾ ചെറുതായി കാണുന്നില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയും ചെറുതും വലുതുമാകട്ടെ ഒരു മുന്നണി സംവിധാനത്തിൽ അവർക്ക് സ്വാധീനമുണ്ടാകും, അവർക്ക് അവരുടേതായ പ്രാധാന്യമുണ്ടാകും. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസുമായിട്ടുള്ള രാഷ്ട്രീയ സഖ്യം, PC തോമസ് വിഭാഗമുള്ള രാഷ്ട്രീയ സഖ്യം തുടരാൻ തന്നെയാണ് തീരുമാനം. അത് ഞങ്ങൾക്ക് കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ചില സ്ഥലത്ത് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രയോജനപ്പെടും എന്ന് തന്നെയാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. തീർച്ചയായും വളരെ നന്ദി ശ്രീ MT രമേശ്, ശ്രീ സജി, ശ്രീ ആന്റണി രാജു, ശ്രീ P രാജീവ് ചർച്ചയിൽ പങ്കെടുത്തതിന്. കേരള രാഷ്ട്രീയം അങ്ങനെയൊക്കെ കുഴഞ്ഞു മറിയുകയാണ്. ഇനി 2.5 മാസം കൂടി കൂടുതൽ രാഷ്ട്രീയ കക്ഷികൾക്കും മുന്നണികൾക്കും ഉഴുതുമറിക്കാൻ.